ഞാൻ ആദ്യമായിട്ട് ചക്ക വേവിക്കാൻ പോവാണ് ഗൈസ്. എങ്ങനെ ആവുമെന്ന് അറിയില്ല. ചക്കയ്ക്ക് ആവശ്യമായ ചേരുവകൾ: ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. കാന്താരിയാണ് ഇച്ചിരൂടെ ടേസ്റ്റ്. കാന്താരി ഇല്ലാത്തത് കാരണം പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ലേശം കുരുമുളക് പൊടിയാണ്, കുരുമുളകായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞ റെസിപ്പി. എൻ്റെ അമ്മ പറഞ്ഞത് കൂടുതൽ വെളുത്തുള്ളി ഇട്ടാൽ ടേസ്റ്റ് കൂടുമെന്ന്. അപ്പോൾ ഗ്യാസും പിടിക്കത്തില്ല. ഇതാണ് എൻ്റെ അരപ്പ്. പ്രത്യേകം മറക്കല്ലേ ഉപ്പിടാൻ. അപ്പം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണേ മിക്സിയിൽ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കയ്ക്കകത്തിൽ ഇട്ടിട്ട് ഇളക്കാം. ആദ്യം ഒരു സ്പൂണിട്ട് ഇങ്ങനെ കുത്തി നോക്കുക ചക്കയിൽ വെള്ളം ഉണ്ടോയെന്ന്. അടി കരിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് അടച്ചു വെക്കാം. ചക്കയുടെ അരപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് കിട്ടും. ഇതുപോലൊരു സാധനം, ഇതാണ് തുടുപ്പേ. കപ്പ ഇളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കണം, മിക്സ് ചെയ്യണം. അങ്ങനെ ചക്ക ഇളക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കണം. കണ്ടോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ചക്ക റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. റിവ്യൂ ഒന്നും ചോദിക്കില്ല ഇവിടെ ആരോടും. ചക്കയും നല്ല തുണ്ടൻ മീൻകറിയും. ചക്ക വേവിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.